പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് സർവന്റിന്റെ പരീക്ഷയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇന്ത്യ ചരിത്രത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു 50 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ LGS പരീക്ഷ എഴുതുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക, വീഡിയോ ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങളുടെ LGS എഴുതാൻ പോകുന്ന മറ്റു കൂട്ടുകാർക്ക് കൂടി എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ ചോദ്യം നമുക്ക് വായിക്കാം. 1907 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം നടന്നത് എവിടെയാണ്? 1907 ഈ INC അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? അത് സൂറത്തിലാണ് കേട്ടോ. അപ്പൊ സൂറത്തിലാണ് എന്ത് ചെയ്യുന്നത്? 1907 INCയുടെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് സൂറത്തിലാണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നുകൊണ്ട് കോൺഗ്രസ് പിളർന്ന സമ്മേളനവും ഏത് തന്നെയാണ്? ഈ പറയുന്ന സൂററ്റ് സമ്മേളനമാണ്. ഇതിനെ നമ്മൾ സൂററ്റ് സ്പ്ലിറ്റ് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള അഭിപ്രായത്തെ തുടർന്നുകൊണ്ട് കോൺഗ്രസ് രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു കേട്ടോ. അപ്പൊ ഈ പറയുന്ന കോൺഗ്രസ് രണ്ടായി പിളർക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഈ പറയുന്ന സൂററ്റ് സമ്മേളനത്തിലാണ്, 1907. അതുപോലെ തന്നെ സൂററ്റ് പിളർപ്പിന് കാരണമായ മിതവാദികളുടെയും തീവ്രവാദികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്ന സ്വരാജ് അതുപോലെ തന്നെ സ്വദേശി സമരങ്ങളാണ് കേട്ടോ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പറയുന്ന സൂററ്റ് സ്പ്ലിറ്റ് അല്ലെങ്കിൽ സൂററ്റ് പിളർപ്പിന് കാരണമാവുന്നതെന്ന് ചോദിച്ചാൽ അത് മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്. എന്താണ് അഭിപ്രായ വ്യത്യാസത്തിന്റെ കാരണം? എന്താണ്? സ്വരാജ് അല്ലെങ്കിൽ സ്വദേശി സമരങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള തർക്കങ്ങളാണ്, കാരണങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സൂററ്റ് പിളർപ്പിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അപ്പൊ ലാസ്റ്റ് ഗ്രേഡ് സർവന്റിന്റെ ഗ്രൂപ്പിനകത്ത് ഇനിയും ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക, കോഴ്സിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക. 200 രൂപ മാത്രമേ കോഴ്സിന്റെ പേയ്മെന്റ് ആയിട്ടുള്ളൂ. ഈ 200 രൂപ നിങ്ങൾ എന്ത് ചെയ്യുക, 9961169272 എന്ന് പറയുന്ന നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്യുക. പേയ്മെന്റ് ചെയ്ത ശേഷം സ്ക്രീൻഷോട്ട് ഇതേ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ അന്നേ ദിവസം തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്ക് LDCയുടെ മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കും. മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാംസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഗ്രൂപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും. എത്രയും വേഗം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നല്ല റാങ്കുകൾ വാങ്ങിക്കുക. അതുപോലെ തന്നെ 1907 സൂററ്റ് വിഭജനം നടക്കുമ്പോൾ INCയുടെ പ്രസിഡന്റ് ആരാണ് എന്ന് ചോദിച്ചാൽ റാഷ് ബിഹാരി ബോസ് ആണ് കേട്ടോ. അപ്പൊ ആരാണ്? 1907 ഈ പറയുന്ന സൂററ്റിന്റെ വിഭജനം അല്ലെങ്കിൽ സൂററ്റ് സ്പ്ലിറ്റ് നടക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ INCയുടെ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചാൽ അത് റാഷ് ബിഹാരി ബോസ് ആണെന്ന് അറിഞ്ഞിരിക്കുക. കൂടാതെ മിതവാദികളും അതുപോലെ തന്നെ നമ്മുടെ തീവ്രവാദികളും ഒന്നിച്ചിട്ടുള്ള ആദ്യത്തെ സമ്മേളനം അല്ലെങ്കിൽ കോൺഗ്രസ് സമ്മേളനം ചോദിച്ചാൽ അത് 1916 ലക്നൗ സമ്മേളനമാണ്. അപ്പൊ മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചുള്ള കോൺഗ്രസ് സമ്മേളനം ചോദിച്ചാൽ 16 ലക്നൗ സമ്മേളനത്തിലാണ്. അതുപോലെ തന്നെ 1907 സൂററ്റ് വിഭജനം നടക്കുമ്പോഴത്തേക്കും മിതവാദികളും തീവ്രവാദികളും കൂടി രണ്ടായിട്ട് അടിച്ചു പിരിയുന്നുണ്ട്. അതിനുശേഷം ഇവർ ഒന്നിച്ചേരുന്ന എപ്പോഴാണ്? 16 കോൺഗ്രസ് സമ്മേളനത്തിലാണ് എന്നുള്ള, അല്ലെങ്കിൽ ലക്നൌവിന്റെ കോൺഗ്രസ് സമ്മേളനത്തിലാണ് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സ്വയംഭരണം എന്ന അർത്ഥം വരുന്ന ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ സ്ഥിരം ചോദിക്കുന്നതാണ്. ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കൾ ചോദിച്ചാല് ആനി ബസന്റ് അടയാറിൽ നിന്നും ബാലഗംഗാധര തിലക് പൂനെയിൽ നിന്നുമാണ് കേട്ടോ. അപ്പൊ സ്വയംഭരണം എന്ന അർത്ഥം വരുന്ന ഹോം റൂൾ പ്രസ്ഥാനം അല്ലെങ്കിൽ ഹോം റൂൾ ലീഗിന്റെ സ്ഥാപക നേതാക്കള് ആനി ബസന്റ് ഫ്രം അടയാർ, അതുപോലെ തന്നെ ബാലഗംഗാധര തിലക് ഫ്രം പൂനെ. സെറ്റ് അല്ലേ? അടുത്ത ചോദ്യം ഇതാണ്. മലബാറിൽ ഹോം റൂൾ ലീഗിന്റെ ശാഖ ആരംഭിക്കാൻ നേതൃത്വം വഹിച്ചത് KP കേശവമേനോനാണ്. ശ്രദ്ധിക്കുക, മലബാറിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ഹോം റൂൾ ലീഗിന്റെ ശാഖ ആരംഭിക്കാൻ നേതൃത്വം നൽകിയത് ആരാണ്? KP കേശവമേനോനാണ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത് എന്തിനാണെന്ന് അറിയാമോ? ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത് ദാദാ അബ്ദുള്ള എന്ന വ്യവസായിയുടെ കേസ് വാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോകുന്നത്. അപ്പൊ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയി എന്നുള്ളതായിരിക്കും നമുക്കറിയാം. അദ്ദേഹം എന്തിനാണ് അവിടെ പോയത്? ദാദാ അബ്ദുള്ള എന്ന പേരുള്ള ഒരു വ്യവസായിയുടെ കേസ് വാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകുന്നത്. ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടന്നത് എവിടെയാണെന്ന് അറിയാമോ? ആദ്യ സത്യാഗ്രഹം ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹമല്ല, അത് ചമ്പാരനാണ്. എന്നാൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ചോദിച്ചാല് അത് ട്രാൻസ്വാളിലാണ്, 1906 കേട്ടോ. അപ്പൊ 1906 എന്ത് ചെയ്യുന്നു? ട്രാൻസ്വാൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടക്കുന്നു. ഓക്കെ, അപ്പോ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ചോദിക്കുകയാണെങ്കിൽ അത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. എന്നാൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹമാണെങ്കിൽ അത് ട്രാൻസ്വാൾ സത്യാഗ്രഹമാണ്, 1906. ഗാന്ധിജിയുടെ സത്യാഗ്രഹത്തിന്റെ അല്ലെങ്കിൽ ആദ്യ സത്യാഗ്രഹത്തിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? അത് ഏഷ്യാറ്റിക്
ഓർഡിനൻസ് ആണ് കേട്ടോ. അപ്പൊ ഏഷ്യാറ്റിക് ഓർഡിനൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഗാന്ധിജിയുടെ ട്രാൻസ്വാനിക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ ഈ പറയുന്ന സത്യാഗ്രഹമായ ട്രാൻസ്വാൾ സത്യാഗ്രഹം 1906 ട്രാൻസ്വാൾ സത്യാഗ്രഹത്തിന്റെ കാരണം എന്താണ്, അത് ഈ പറയുന്ന ഏഷ്യാറ്റിക് ഓർഡിനൻസ് ആണ്. ഏഷ്യാറ്റിക് ഓർഡിനൻസ് ആണ് ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹത്തിന് കാരണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയത് 1915 ജനുവരി 9-നാണ്. ഈ ജനുവരി 9 നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആചരിക്കുന്നു. അപ്പൊ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ 1915 ജനുവരി 9, ഈ പറയുന്ന ജനുവരി 9 നമ്മൾ പ്രവാസി ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ഗാന്ധിജിയും നെഹ്റുവും കണ്ടുമുട്ടിയ കോൺഗ്രസ് സമ്മേളനം 16 ലക്നൗ സമ്മേളനത്തിലാണ്. ഗാന്ധിജിയും കോൺഗ്രസും അല്ലെങ്കിൽ നെഹ്റുവും കണ്ടുമുട്ടിയത് എപ്പോഴാണ്, 1916 ലക്നൗ സമ്മേളനത്തിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഗാന്ധിജിയും അതുപോലെ തന്നെ നെഹ്റുവും കൂടി ഒരുമിച്ച് കണ്ടുമുട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഞാൻ പറഞ്ഞു, ചമ്പാരനാണ്. ചമ്പാരൻ സത്യാഗ്രഹം ആരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നു, ബീഹാറിലെ നീലം കർഷകർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. അതുപോലെ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം ചോദിച്ചാല് അത് 18 അഹമ്മദാബാദ് തുണിമിൽ സമരം. അപ്പൊ ശ്രദ്ധിക്കുക, 1906 ട്രാൻസ്വാൾ സമരമാണ് ഗാന്ധിജിയുടെ ആദ്യ സമരം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സമരമാണ് 1916 ചമ്പാരൻ സത്യാഗ്രഹം. 1918 അഹമ്മദാബാദ് തുണിമിൽ സമരമാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം എന്നറിഞ്ഞിരിക്കുക. ഗുജറാത്തിലെ ഖേദ സമരത്തിന് ഗാന്ധിജി നേതൃത്വം നൽകിയത് 18-ലാണ്. അപ്പൊ 18 തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഗുജറാത്തിലെ ഖേദ സമരത്തിന് ഗാന്ധിജി നേതൃത്വം നൽകിയത് 1918-ലാണ്. 1919 പത്രാധിപരായി ചുമതലയേറ്റ ഇംഗ്ലീഷ് വാരിക, നമ്മുടെ ഗാന്ധിജി 1919 എന്ത് ചെയ്യുന്നു, ഒരു ഇംഗ്ലീഷ് വാരികയുടെ പത്രാധിപരായിട്ട് ചുമതലയേൽക്കുന്നു. ഏതാണത്, യങ് ഇന്ത്യ എന്ന് പറയുന്ന പത്രത്തിന്റെ എന്താണ് ചുമതലയേറ്റ വ്യക്തിയാണ് ആര്, നമ്മുടെ ഗാന്ധിജി. 1919 ഇത് സംഭവിക്കുന്നത്. ഗാന്ധിജി ഇന്ത്യ ഒട്ടാകെ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയ പ്രക്ഷോഭം ഏത് എന്ന് ചോദിച്ചാല് 19 റൗലറ്റ് ആക്ടിനെതിരായിട്ടുള്ള പ്രക്ഷോഭമാണ് കേട്ടോ. അപ്പോ ഗാന്ധിജി ഇന്ത്യ ഒട്ടാകെ ശ്രദ്ധിക്കപ്പെടാനായിട്ട് തുടങ്ങിയത് 19 റൗലറ്റ് ആക്ടിനെതിരായിട്ടുള്ള സത്യാഗ്രഹമാണ്, കാരണങ്ങളാണ്. എന്താണ് റൗലറ്റ് ആക്ട്? റൗലറ്റ് ആക്ട് എന്ന് പറഞ്ഞാല് ബ്രിട്ടീഷ് പോലീസുകാർക്ക് എന്ത് ചെയ്യാം, ഇന്ത്യക്കാരെ ഒരു കാരണവുമില്ലാതെ വിചാരണകളില്ലാതെ എന്ത് ചെയ്യാൻ കഴിയും, അറസ്റ്റ് വാറണ്ട് ഇല്ലാതെ ഇന്ത്യക്കാരെ അറസ്റ്റ് ചെയ്യാനും ജയിലിൽ കൊണ്ടിടാനും കഴിയുന്ന ഒരു നിയമത്തെ പറയുന്ന പേരാണ് റൗലറ്റ് ആക്ട്. ഈ പറയുന്ന റൗലറ്റ് ആക്ടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആണ് ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ അരങ്ങേറുന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നതൊക്കെ എന്താണ്, ഈ പറയുന്ന റൗലറ്റ് ആക്ടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഗാന്ധിജി ഇന്ത്യ ഒട്ടാകെ ശ്രദ്ധിക്കപ്പെടാനായിട്ട് തുടങ്ങിയ പ്രക്ഷോഭം ചോദിച്ചാൽ അത് ഈ പറയുന്ന റൗലറ്റ് ആക്ട് ആണ്. അടുത്ത ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കുക. ഏതൊരാളിനെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടവിൽ വയ്ക്കാൻ കഴിയുന്ന 19 ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമമാണെന്ത്, റൗലറ്റ് നിയമം. ഇതാണ് ഞാൻ പറഞ്ഞത്, ഏതൊരാളെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടവിൽ വയ്ക്കാൻ കഴിയുന്ന 19 ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമമാണ് ഈ പറയുന്ന റൗലറ്റ് നിയമം. റൗലറ്റ് നിയമത്തിന് വിരുദ്ധമായി അല്ലെങ്കിൽ റൗലറ്റ് നിയമ വിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയത് ആരെന്ന് ചോദിച്ചാല് അത് സൈഫുദ്ദീൻ കിസ്നുവും അതുപോലെ തന്നെ ഒരാളും കൂടിയുണ്ട്. ആരാണ്, നമ്മുടെ സത്യപാൽ, ഡോക്ടർ സത്യപാലുമാണ്. ഓക്കെ, അപ്പൊ സൈഫുദ്ദീൻ കിസ്നുവും അതുപോലെ തന്നെ സത്യപാലും കൂടിയാണ് റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയത്. പഞ്ചാബിൽ ഈ പറയുന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമാകുന്നത് ഈ പറയുന്ന സൈഫുദ്ദീൻ കിസ്നുവിന്റെയും സത്യപാലിന്റെയും അറസ്റ്റാണ്. അപ്പൊ ഈ സൈഫുദ്ദീൻ കിസ്നുവിനെയും സത്യപാലിനെയും അറസ്റ്റ് ചെയ്തതായിട്ട് സമരത്തിലെ പഞ്ചാബിലെ ആൾക്കാർ അറിയിക്കും. അവരെല്ലാം സമാധാനപരമായി ഒറ്റവാതിലുള്ള ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്ന ഒരു ഗ്രൗണ്ടിൽ എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് കൂടുകയും ചെയ്യുന്നു. അവിടെ ജനറൽ ഡയർ വരുന്നു. സമാധാനമായി അസംബിൾ ചെയ്ത ഈ പറയുന്ന സമരക്കാർക്കെതിരെ എന്ത് ചെയ്യുന്നു, ജനറൽ ഡയർ വെടിയുതിർക്കുന്നു. ഒരുപാട് പേര് ഈ പറയുന്ന വെടിവെപ്പിനകത്ത് മരിക്കുന്നുണ്ട്. മരിക്കാത്തവരെ എന്ത് ചെയ്യുന്നു അറിയാമോ, ഈ പറയുന്ന ജാലിയൻ വാലാബാഗിലെ ഒരു കിണറിനകത്ത് അവരെല്ലാം കൂടി എടുത്തങ്ങിടുന്നു. കിണറ്റിനകത്ത് ഇട്ടിട്ട് എന്ത് ചെയ്യുന്നു, കിണറ്റിനകത്തിട്ട് വെടിവെക്കുന്നു. അങ്ങനെ സംഭവിച്ച വളരെ ക്രൂവലായിട്ടുള്ള വളരെ നിഷ്ക്രൂരമായ ഒരു സംഭവത്തിനെയാണ് നമ്മൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത്. ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നതും 1919 തന്നെയാണ്. ഈ പറയുന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ മനംനൊന്ത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്ന സമയത്ത് ഒരു ബാലകന്റെ അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നു,
ആ ഒരു ജാലിയൻ വാലാബാഗ് മാസക്കറിൽ കൊല്ലപ്പെടുന്നു. ആ ബാലകൻ എന്ത് ചെയ്തു? തിരിച്ച് വളർന്നു വലുതായി ആയുധങ്ങളുടെ പരിശീലനം ലഭിച്ചുകൊണ്ട് തിരിച്ച് ബ്രിട്ടനിൽ പോയിട്ട് അവിടെ ചെന്ന് ജനറൽ ഒ ഡയറിനെ കൊല്ലുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോ ആ വ്യക്തിയുടെ പേരാണ് ഉദ്ധം സിംഗ് എന്ന് പറയുന്നത്. ഉദ്ധം സിംഗ് ആണ് ഈ പറയുന്ന ജനറൽ ഡയറിനെ എന്ത് ചെയ്യുന്നത്? വെടിവെച്ച് കൊല്ലുന്നത് കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക? ഈ പറയുന്ന ജാലിയൻ വാലാബാഗുമായി ബന്ധപ്പെടുത്തിയിട്ട് അറിഞ്ഞിരിക്കുക. അപ്പൊ ഈ ജാലിയൻ വാലാബാഗിന് കാരണം തന്നെ എന്താണ്? ഈ പറയുന്ന റൗലറ്റ് നിയമമാണ്. അപ്പൊ ഈ പറയുന്ന റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിച്ചതിൽ തുടർന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യ ഒട്ടയാകെ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മുടെ മഹാത്മാഗാന്ധിജി മാറുന്നത്. അപ്പൊ റൗലറ്റ് വിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം കൊടുത്തത് സൈഫുദ്ദീൻ കിച്നുവും അതുപോലെ തന്നെ സത്യപാലുമാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് കടക്കാം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമാകുന്നത് റൗലറ്റ് നിയമമാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത് 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം ചോദിച്ചാൽ പഞ്ചാബിലെ അമൃത്സറിലാണ്. ജാലിയൻ വാലാബാഗ് ഒത്തുകൂടിയ ജനങ്ങൾക്ക് നേരെ വെടിയുതിർക്കാൻ ഉത്തരവിട്ട പട്ടാള മേധാവിയുടെ പേര് ജനറൽ ഡയർ എന്നാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ശേഷം അതിന് നേതൃത്വം നൽകിയ മൈക്കിൾ ഒ ഡയറിനെ വർഷങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടിൽ വെച്ച് വധിച്ച വ്യക്തിയുടെ പേരാണ് ഉദ്ധം സിംഗ്. 19 ഇന്ത്യൻ അല്ലെങ്കിൽ അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഗാന്ധിജിയാണ് കേട്ടോ. 1919 അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഗാന്ധിജിയാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ തദ്ദേശീയ അല്ലെങ്കിൽ ദേശീയ പ്രക്ഷോഭത്തിന്റെ പേരാണ് നിസ്സഹകരണ പ്രസ്ഥാനം. നിസ്സഹകരണ പ്രസ്ഥാനം അല്ലെങ്കിൽ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറയാം. അപ്പൊ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ INC നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ അവസാനത്തെ ബഹുജന സമരം എന്ന് പറയുന്നത് ക്വിറ്റ് ഇന്ത്യ സമരമാണ്. അപ്പൊ ആദ്യത്തേതാണെങ്കിൽ അത് നിസ്സഹകരണ പ്രസ്ഥാനമാണ്, അവസാനത്തേതാണെങ്കിൽ എന്താണ്? ക്വിറ്റ് ഇന്ത്യ സമരമാണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനമാണ് 1920 കൊൽക്കത്ത സമ്മേളനം. അപ്പൊ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനം ചോദിച്ചാൽ അത് ഈ പറയുന്ന 1920 കൊൽക്കത്ത സമ്മേളനമാണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ട് 2 തരം പ്രവർത്തനങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇന്ത്യയിൽ അരങ്ങേറിയത്. ഒന്നെന്ന് പറയുന്നത് ബഹിഷ്കരണ പ്രവർത്തനങ്ങളും കൂടാതെ രണ്ടെന്ന് പറയുന്നത് ക്രിയാത്മക പ്രവർത്തനങ്ങളുമാണ്. അപ്പൊ എന്താണ്? നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് 2 തരം പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ അരങ്ങേറി. ഒന്നെന്ന് പറയുന്നത് ബഹിഷ്കരണ പ്രസ്ഥാനം, രണ്ടെന്ന് പറയുന്നത് ക്രിയാത്മക പ്രസ്ഥാനം. 1922 നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണമായ സംഭവമാണ് ചൗരി ചൗര സംഭവം. അപ്പൊ ഉത്തർപ്രദേശിലെ ഒരു ചൗരി ചൗര എന്ന് പറയുന്ന വില്ലേജിൽ എന്ത് ചെയ്യുന്നു? അവിടുത്തെ പോലീസ് സ്റ്റേഷനെ നാട്ടുകാരെല്ലാം കൂടി വളഞ്ഞിട്ട് കത്തിച്ച് ചാരമാക്കുന്നു. അതിനകത്തുള്ള 22 പോലീസുകാർ എന്ത് ചെയ്യുന്നു? വെന്ത് മരിക്കുന്നു. പക്ഷേ ഈ പറയുന്ന പോലീസുകാരെന്ന് പറഞ്ഞ ബ്രിട്ടീഷ് സ്റ്റേഷനാണ്. അപ്പൊ ഈ പറയുന്ന ബ്രിട്ടീഷുകാരെ കൊന്നതില് അല്ലെങ്കിൽ ബ്രിട്ടീഷ് സ്റ്റേഷൻ കത്തിച്ചതിൽ മനംനൊന്ന് എന്ത് ചെയ്യുന്നു? ഗാന്ധിജി എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന നിസ്സഹകരണ പ്രസ്ഥാനം 1922 അദ്ദേഹം നിർത്തിവെക്കുന്നു. അതിനെതിരെ ഗാന്ധിജിക്കെതിരെ ഒരുപാട് അലിഗേഷൻസ് ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ഗാന്ധിജിക്കെതിരായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചപ്പോൾ ഗാന്ധിജി ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് സ്ഥാപിക്കപ്പെട്ട ദേശീയ വിദ്യാലയങ്ങളാണ് കാശി വിദ്യാദീപം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി അല്ലെ. അപ്പോ നമ്മുടെ ഈ പറഞ്ഞ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് സ്ഥാപിക്കപ്പെട്ട ദേശീയ വിദ്യാലയങ്ങളാണ് കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മിലിയ. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം. വളരെ പ്രധാനപ്പെട്ട സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്. 1929 ലാഹോർ സമ്മേളനത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം എന്ന് പറയുന്നത് പൂർണ്ണ സ്വരാജ് ആണ് എന്ന് പറയുന്നത് 29 ലാഹോർ സമ്മേളനത്തിലാണെന്ന് അറിഞ്ഞിരിക്കുക. കൂടാതെ ഈ പറയുന്ന ലാഹോർ സമ്മേളനത്തിന് അധ്യക്ഷനാണ് ജവഹർലാൽ നെഹ്റു. അപ്പൊ 29 ലാഹോർ സമ്മേളനത്തിന് അധ്യക്ഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണെന്ന് അറിഞ്ഞുക. അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു രവി നദിക്കരയിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയ വർഷമാണ് 1929. ജവഹർലാൽ നെഹ്റു രവി നദിക്കരയിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയ വർഷം 1929 ആണെന്ന് അറിഞ്ഞിരിക്കുക. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച സമ്മേളനവും ഏത് തന്നെയാണ്? 29 ലാഹോർ സമ്മേളനം. 29 ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ ഡിസൊബീഡിയൻസ് അല്ലെങ്കിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാനായി തീരുമാനിക്കുന്നത്.
നിയമലംഘന സമരത്തിൽ ഗാന്ധിജി സമരായുധമായി തിരഞ്ഞെടുത്തത് എന്താണ്? സാൾട്ട് ആണ്, അല്ലെങ്കിൽ ഉപ്പാണ് കേട്ടോ. അപ്പൊ ഉപ്പു സത്യാഗ്രഹമൊക്കെ വരുന്നത് ആ ഒരു സമയത്താണ്, നമുക്കറിയാം. അപ്പോ ഉപ്പു സത്യാഗ്രഹം വരുന്ന വർഷം 1930 അല്ലെ. അപ്പോ എന്താണ് പറഞ്ഞത്? നമ്മുടെ നിയമലംഘന സമരത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി സമരായുധമായിട്ട് തിരഞ്ഞെടുത്ത സാധനം എന്താണ്? ഉപ്പാണ്, അല്ലെങ്കിൽ എന്താണ്? സാൾട്ട് ആണെന്ന് അറിഞ്ഞിരിക്കുക. ഗുജറാത്തിലെ ഗുജറാത്തിലെ ധരാസനയിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സരോജിനി നായിഡു. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഗുജറാത്ത് എന്ന് കേൾക്കുമ്പോൾ ഗാന്ധിജിയെ എഴുതി വെക്കാനുള്ള ചാൻസ് ഉണ്ട്. നരേന്ദ്രമോദിയെ വരെ ഉത്തരം എഴുതുന്നവരെ എനിക്കറിയാം. അപ്പൊ ഗുജറാത്തിലെ ധരാസനയിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? സരോജിനി നായിഡു ആണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഉപ്പു സത്യാഗ്രഹ കേന്ദ്രം ഏതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ പയ്യന്നൂരാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഉപ്പു സത്യാഗ്രഹ കേന്ദ്രം പയ്യന്നൂരാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകുന്നത് കേളപ്പനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കേളപ്പനാണ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കേളപ്പനാണ്. തമിഴ്നാട്ടിലെ വേദാരണ്യം കടപ്പുറത്ത് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് രാജഗോപാലാചാര്യാണ്. തമിഴ്നാട്ടിലെ വേദാരണ്യം കടപ്പുറത്ത് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? രാജഗോപാലാചാര്യാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ഇന്ത്യൻ ചരിത്രവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ത് ചെയ്യുക, ഒരു തവണ കൂടി നിങ്ങളൊന്ന് കാണുക. പഠിച്ച ഈ ഒരു 50 ചോദ്യങ്ങൾ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഈ പറയുന്ന ക്ലാസ്സിന്റെയൊക്കെ നോട്ട്സും മെറ്റീരിയൽസും ഒക്കെ ഞാൻ ഈ പറയുന്ന LGS നമ്മുടെ ഗ്രൂപ്പിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് സർവന്റിന്റെ ഗ്രൂപ്പിനകത്ത് ഇനിയും ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക, കോഴ്സിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക. 200 രൂപ മാത്രമേ കോഴ്സിന്റെ പേയ്മെന്റ് ആയിട്ടുള്ളൂ. ഈ 200 രൂപ നിങ്ങൾ എന്ത് ചെയ്യുക, 9961169272 എന്ന് പറയുന്ന നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്യുക. പേയ്മെന്റ് ചെയ്ത ശേഷം സ്ക്രീൻഷോട്ട് ഇതേ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ അന്നേ ദിവസം തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്ക് LDCയുടെ മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കും. മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാംസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഗ്രൂപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും. എത്രയും വേഗം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നല്ല റാങ്കുകൾ വാങ്ങിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോയിൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.